ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 3 ലക്കി ബാമ്പുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഐശ്വര്യം അല്ലെങ്കിൽ ഭാഗ്യമൊക്കെ തരുന്ന ഒരു പ്ലാന്റാണ് ലക്കി ബാമ്പു എന്നാണ് പറയുന്നത്. ഇത് വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക്, അതായത് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ ഒരു പൊക്കം വെച്ച് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഉള്ളത് കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് ഈ വെരിക്കേറ്റഡ് ലക്കി ബാമ്പ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ മതിലിന് സമമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൊക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഒരു വൈറ്റും ഗ്രീനും കൂടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ലീഫുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാട്ടോ. വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. അതുപോലെ തന്നെ നമുക്ക് പല മോഡലായിട്ട് നമുക്ക് ഈ ഒരു ലക്കി ബാമ്പുവിനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു വെരിക്കേറ്റഡ് ലക്കി ബാമ്പുവാണ്. അപ്പോൾ നമുക്ക് വെരിക്കേറ്റഡ് ലക്കി ബാമ്പു നമുക്ക് നല്ലൊരു പോട്ടിലൊക്കെ, അതായത് ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് ഈ ഒരു വെരിക്കേറ്റഡ് ലക്കി ബാമ്പാണ്. രണ്ടാമത്തതാണ് ഈ ഒരു മിൽക്കി ബാമ്പു. കണ്ടില്ലേ, ഈ ഒരു മിൽക്കി ബാമ്പു ഇതും കുറച്ച് പൊക്കമൊക്കെ വെക്കെങ്കിലും ഇതിന് നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള നല്ല കളറാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട്, അതായത് ഇതിൻ്റെ തണ്ട് അത്രത്തോളം മണ്ണുണ്ടാവില്ല, കണ്ടില്ലതാ. അതുപോലെ തന്നെ ആണെങ്കിലും ഇതിൻ്റെ കണ്ടില്ലതാ ഒരു തണ്ടിന് ഇതിൻ്റെ അത്രത്തോളം കണ്ടില്ല. ഇതിന് കുറച്ചും കൂടി നല്ല വലിപ്പമുള്ള സ്റ്റെമ്മാണ്, പക്ഷേ ഇതിന് അത്രത്തോളം ഇതില്ല. അപ്പോൾ ഇതിൽ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്, വേര് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു മിൽക്കി ബാമ്പു. ഇത് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. കാരണം ഇത് നമുക്ക് ഇൻഡോറിൽ വെക്കുമ്പോൾ, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണെന്ന് തോന്നും കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇലാണെന്നൊക്കെ തോന്നുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു മിൽക്കി ബാമ്പു. അപ്പോൾ 2 ബാമ്പു പ്ലാന്റ്സിനെ കണ്ടു. ഒന്ന് വെരിക്കേറ്റഡ് ആയിട്ടുള്ള ലക്കി ബാമ്പു, ഇതാണ് വെരിക്കേറ്റഡ് ലക്കി ബാമ്പു. രണ്ടാമത്തത് നമ്മുടെ മിൽക്കി ബാമ്പു. അപ്പോൾ മൂന്നാമത്തതാണ് ഈ ഒരു ചെടി. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ലക്കി ബാമ്പു. അപ്പോൾ ഇത് മഴയും വെയിലത്തൊക്കെ തട്ടിയിട്ട് കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. ഈ ഒരു ചെടിക്കൊന്ന് കൂടുതൽ വെയിൽ പാടില്ല കേട്ടോ. ഈ ലക്കി ബാമ്പുവിനൊന്നും കൂടുതലായിട്ട് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളം എത്ര കൊണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് മഴയത്തൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത ചെടിയാണ് ഈ ഒരു ലക്കി ബാമ്പു. ലക്കി ബാമ്പു നമുക്ക് ഇത് ഇൻഡോറിൽ വെക്കാനാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇൻഡോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് പല ഷേപ്പിലും, അതായത് ഇത് മുറിച്ചെടുത്തിട്ട് നമുക്ക് പല മോഡലും ആക്കിയിട്ട് നമുക്ക് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കുടുക്കിയിട്ടൊക്കെ നമുക്ക് പല മോഡലിലും ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ 3 സൈസ് ലക്കി ബാമ്പു പ്ലാന്റ്സാണ് എൻ്റെ അടുത്തുള്ളത്. ഒന്ന് വെരിക്കേറ്റഡ് ലക്കി ബാമ്പു, ഒന്ന് മിൽക്കി ബാമ്പു, ഒന്ന് ഈ ലക്കി ബാമ്പു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലോ അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. കൂടുതൽ ഇതിന് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് ഇത് നട്ട് കൊടുക്കുമ്പോൾ, അതായത് ചട്ടിയിൽ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മണൽ, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ചകിരിച്ചോറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ ഇത് നട്ട് കൊടുത്താൽ മതി. വെള്ളത്തിലാണ് നമ്മളിത് വളർത്തുന്നതെങ്കിൽ, വെള്ളത്തിൽ വളർത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വെള്ളത്തിൽ നമുക്ക് കുറച്ച് NPK ഒക്കെ ഉപയോഗിച്ച് കൊടുത്താൽ മതി കേട്ടോ. NPK ലിക്വിഡൊക്കെ നമുക്ക് വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നല്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ലക്കി ബാമ്പു, അതായത് വെരിക്കേറ്റഡ് ലക്കി ബാമ്പു, മിൽക്കി ബാമ്പു ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റാണ് എനിക്ക് വേണ്ടിയത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ?